1,80,000 രൂപ ഫൈൻ കിട്ടി. എന്താണെന്നറിയാവോ? കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ആൻറ്റി എന്ന് വിളിച്ചതിന്. ഇപ്പോൾ സംഭവം നടന്നത് ലണ്ടനിലാണ്. ലണ്ടനിലെ ഒരു ഹോസ്പിറ്റലിലെ 61 വയസ്സുള്ള ഒരു ലേഡി സ്റ്റാഫിനെ തൻ്റെ കോവർക്കർ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ആൻറ്റി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ഏജ് വെച്ചുകൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്താണ്, അത് ഒഫൻസീവ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 1,425 പൗണ്ട്, നമ്മുടെ നാട്ടിലെ 1,80,000 രൂപയോളം പുള്ളിക്കാരിക്ക് നഷ്ടപരിഹാരം കിട്ടും. ആൻറ്റി എന്ന് വിളിച്ച വ്യക്തി ഉണ്ടല്ലേ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, പുള്ളിക്കാരൻ വെസ്റ്റ് ആഫ്രിക്കയിലെ ഗാന എന്ന രാജ്യത്ത് നിന്ന് വന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് അവരുടെ കൾച്ചർ അനുസരിച്ച് പ്രായമുള്ള ആളുകളെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണ് ആൻറ്റി, അല്ലാതെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ ഈ വാദം കോടതി തള്ളി. കാരണം തന്നെ പലവട്ടം അങ്ങനെ ആൻറ്റി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വിളിച്ചു എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പുള്ളിക്കാരൻ റെസ്പെക്ട്ഫുള്ളി വിളിച്ചാണെന്നുള്ള ആ വാദമൊക്കെ പൊളിഞ്ഞു. അങ്ങനെ 1,425 പൗണ്ട് ഫൈൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു വന്നത് UK അങ്ങനെ പ്രായ വ്യത്യാസം ഒന്നുമില്ല. എത്ര വയസ്സുള്ള ആളാണെങ്കിലും നമ്മൾ പേരാണ് വിളിക്കുന്നത്. ഈവൻ നമ്മുടെ മാനേജർ ആണെങ്കിൽ, നമ്മുടെ CEO ആണെങ്കിൽ പോലും നമ്മൾ പേരാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്, എല്ലാവരും നമ്മളിവിടെ പേരാണ് വിളിക്കുന്നത്. ആരെയും സാർ, മാഡം, ആൻറ്റി, അങ്കിൾ എന്നൊന്നും വിളിക്കത്തില്ല. എല്ലാവരും പേരാണ് വിളിക്കുന്നത് ഫോർ ഇക്വാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രായമുള്ള കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്നും കയറി ബഹുമാനപൂർവ്വം ഒന്നും കയറി ആൻറ്റി, അങ്കിൾ ഒന്നും വിളിക്കരുത്. ലക്ഷങ്ങൾ ഫൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ.